എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് വന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അതൊരു മെസ്സേജായിരുന്നു, ഒരു ചെറിയൊരു മെസ്സേജ്. അതായത് ഒരു സ്വാമിയുടെ ഒരു സ്പീച്ച് കേട്ടപ്പോൾ അതിൽ നിന്നും എനിക്ക് ഹേർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യം അതൊന്ന് ഷെയർ ചെയ്തു. അതായത് കണക്റ്റിംഗ് ദ ഡോട്ട്സ് അതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. അതായത് പക്ഷേ ആ ഡോട്ട്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എന്താ പറയുന്നത്, അത് മറ്റുള്ളവരുടെ മനോഭാവം, ചിന്താഗതി, ആ ഒരു ചിന്താഗതിയെ നമ്മൾ നമ്മൾ തന്നെ അത് കുറേ സംഭവങ്ങളെ കോർത്തിണക്കി അതിങ്ങനെ ഡോട്ട്സ് കണക്ട് ചെയ്തിട്ട് നമ്മളത് കൂട്ടി വായിച്ച് നമ്മൾ ഒരു ഡിസിഷനിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തുന്നു അല്ലേ. അത് മിക്കപ്പോഴും തെറ്റ് തന്നെയായിരിക്കും. അങ്ങനെയാണ് പല ബന്ധങ്ങളും തകരുന്നത്. അത് ഫ്രണ്ട്സോ ഫാമിലി എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്തു. പലരും അതിനെ നേരിട്ടും അല്ലാതെയുമൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ അത് വളരെ ശരിയാന്നുള്ള രീതിയിൽ കുറേ പേര് സംസാരിച്ചു. അപ്പോൾ അതങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളതിനകത്തുനിന്ന് ആ സ്വാമി തന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്തത്, അതായത് നമ്മളങ്ങനെ മറ്റുള്ളവരുടെ ചിന്താഗതിയിൽ കയറി ഡോട്ട്സ് കണക്ട് ചെയ്യാതിരിക്കുക. പലപ്പോഴും അത് തെറ്റായിരിക്കും, പലപ്പോഴും നല്ല 100% അത് തെറ്റായിരിക്കും. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. അതായിരുന്നു അന്ന് ഈ പറഞ്ഞ ഒരു മെസ്സേജ് വന്നത്. ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം, ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം കേട്ട മറ്റൊരു സ്പീച്ച്, അതായത് അത് അവിചാരിതമായിട്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നിയതും. അതായത് ഒരു സ്പീച്ചിൽ ഈ സെയിം കാര്യം, അതായത് ഈ കണക്റ്റിംഗ് ദ ഡോട്ട്സ്, പക്ഷേ അത് ഈ ഒരു കോൺസെപ്റ്റ് അല്ല. അതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, നേരത്തെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലായിരുന്നു ഡോട്ട്സ് കണക്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളിലെ ഡോട്ട്സ് കണക്ട് ചെയ്യുന്നതായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞത് പലപ്പോഴും തെറ്റായിട്ട് വരികയും അല്ലേ, അത് നമ്മൾക്ക് തന്നെ, നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾക്കും തന്നെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഡോട്ട്സ് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഉള്ളൊരു ലൈഫിൽ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ലൊരു അച്ചീവ്മെൻറ്റ്സ് വരത്തക്ക രീതിയിൽ നമുക്ക് ഡോട്ട്സ് കണക്ട് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കേട്ടപ്പോൾ, ഞാൻ 2 ദിവസമായി ആ സ്പീച്ച് കേട്ടപ്പോൾ ഞാൻ അന്ന് സംസാരിച്ചതും ഇതും തമ്മിൽ കറക്റ്റ് ആ പേര് അന്ന് ആ സ്വാമി പറഞ്ഞതുപോലെ തന്നെ, ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ സ്പീച്ച് കേട്ട എല്ലാം കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ട് കോൺസെപ്റ്റ് ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പ്രത്യേകിച്ച് അന്നത് പറഞ്ഞതുകൊണ്ട് ഇത് കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടെ ഒരു ഇൻട്രസ്റ്റഡ് ആയി. അതായത് ഈ സ്പീച്ച് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്റ്റീവ് ജോബ്സ് കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാം. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത് നമ്മുടെ അതായത് ആപ്പിളിൻ്റെ CEO ആയിരുന്നു, അതിൻ്റെ കോ-ഫൗണ്ടറും ആയിരുന്നു അദ്ദേഹം, സ്റ്റീവ് ജോബ്സ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച്, അതായത് ആ സ്പീച്ച് നടന്നത് 2005-ലാണ്. 2005 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അത് കാലിഫോർണിയയിലാണെന്ന് തോന്നുന്നു, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ ഒരു ഗ്രാജുവേഷൻ സെറമണിയിലാണ്. അന്ന് അദ്ദേഹമായിരുന്നു അവിടുത്തെ മെയിൻ ഗസ്റ്റും ചീഫ് ഗസ്റ്റും. അദ്ദേഹമാണ് സ്പീച്ച് കൊടുത്തത്. അതായത് ഈ ഗ്രാജുവേഷൻ സെറമണി എന്ന് പറയുന്നത് അവിടെയൊക്കെ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള പുറത്തുള്ള ഈ കൺട്രീസിലൊക്കെ ഈ ഗ്രാജുവേഷൻ, അതായത് അവർക്ക് അത് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതൊരു പ്രത്യേക ചടങ്ങാണ് അവിടെ. ആ ചടങ്ങെന്ന് പറയുന്നത് നമ്മൾ ഈ കാണത്തില്ലേ, ലോങ് ഗൺ, അതായത് വലിയ ഈ ഗൗണൊക്കെ ഇട്ടിട്ട്, ഒരു ബ്ലാക്ക് കളറിലൊക്കെ ഇട്ടിട്ട് അതിൽ തലയിൽ സ്ക്വയർ ടൈപ്പിലുള്ളൊരു തൊപ്പിയൊക്കെ വെച്ച്, എന്നിട്ട് ഇങ്ങനെ ആ ഒരു അവാർഡല്ല ആ ഒരു സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങാണ്. ഒരു വലിയ ചടങ്ങാണ് അവിടുത്തെ എല്ലാ കോളേജുകളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെയും നമ്മുടെ രാജ്യത്തും ഉണ്ട്. അത് സ്കൂളുകളിലൊക്കെ നടത്താറുണ്ട്. അപ്പോഴും ഇവിടെയും ചീഫ് ഗസ്റ്റുകളൊക്കെ ഉണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ കേട്ടിട്ടുള്ള ഷാരൂഖ് ഖാനൊക്കെ പോയി ഡൽഹിയിലൊക്കെ ചില പ്രസിദ്ധമായിട്ട് സ്കൂളുകളിലൊക്കെ ഇതേപോലെ സ്പീച്ച് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലും അത്രത്തോളം നന്നായി സംസാരിക്കാൻ കഴിവുള്ള നല്ല ഉന്നത വ്യക്തികളാണ് ഇങ്ങനെയുള്ള സ്പീച്ചുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഇവിടെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ സ്റ്റീവ് ജോബ്സ്, പിന്നെ അതേപോലെ തന്നെ പിന്നെ കേട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ട്രംപിൻ്റെ സ്പീച്ച് കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ അതൊരു അവിടുത്തെ ഒരു ഹൈസ്കൂളായിരുന്നു. പിന്നെ വന്നത് ബരാക്ക് ഒബാമ, സൂപ്പർ സ്പീച്ചായിരുന്നു ബരാക്ക് ഒബാമയുടെ, അടിപൊളി സ്പീച്ചാണ്. പിന്നെ അതേപോലെ തന്നെ ഹിലാരി ക്ലിൻ്റൺ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ സ്പീച്ച് നല്ല രസമാണ്. ഇങ്ങനെയുള്ള അത് കേൾക്കണം. നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഗ്രാജുവേഷൻ സെറമണിയിലെ സ്പീച്ചസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെയൊക്കെ സ്പീച്ച് നല്ല രസമാണ് അത് കേൾക്കാൻ.
അപ്പോൾ ഇന്ന് ഈ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പ്രധാനമായും അദ്ദേഹം വളരെ ഷോർട്ടാണ്, സാധാരണഗതിയിൽ ഇവരൊക്കെ ഒരുപാട് നേരം സംസാരിക്കും. പക്ഷേ സ്റ്റീവ് ജോബ്സ് വളരെ കുറച്ച് നേരം എടുത്തിട്ടുള്ളൂ ആ ഒരു സ്പീച്ചിൽ. അതിൽ അദ്ദേഹം 3 പാർട്ടായിട്ടാണ് സംസാരിച്ചത്. ഒന്ന്, ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യത്തെ പാർട്ട് കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ പാർട്ടെന്ന് പറയുന്നത് ലവ് ആൻഡ് ലോസ്. മൂന്നാമത്തെ പാർട്ടെന്ന് പറഞ്ഞാൽ ഡെത്ത്. ഈ മൂന്നുമാണ്. ഇത് മൂന്നിനും ഞാൻ പെട്ടെന്ന് കൂടുതൽ പറയുന്നില്ല. അതായത് ഫസ്റ്റ് കണക്റ്റിംഗ് ഡോട്ട്സ്, അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. രണ്ടാമത്തത് ലവ് ആൻഡ് ലോസ് എന്ന് പറയും. അതായത് ആപ്പിളിൽ നിന്നൊക്കെ അദ്ദേഹം അവിടുത്തെ എന്തോ ഇൻ്റർണൽ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കി വെച്ചു. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ അതാണ് അദ്ദേഹം ലവ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തത് ഡെത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് 56-ാമത്തെ വയസ്സിലാണ് മരിച്ചത് അദ്ദേഹം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിരുന്നു. അപ്പം അത് വന്നതിന് ശേഷം അദ്ദേഹം അതിന് ട്രീറ്റ് ചെയ്തു, കുറേ കൂടെയൊക്കെ മെച്ചപ്പെട്ടു. പക്ഷേ ഇത് 56-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്, ക്യാൻസർ പലവിധം ഉണ്ടെങ്കിലും ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസറിൻ്റെ കൂട്ടത്തിലെ വളരെ ഡെഡ്ലി ആയിട്ടുള്ളൊരു സംഭവമാണത്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഈ സാധനം വന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ 56-ാമത്തെ വയസ്സിൽ സ്റ്റീവ് ജോബ്സ് മരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ കണക്റ്റിംഗ് ദ ഡോട്ട്സിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹം അതിന് മുന്നോടിയായിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ അതുകൂടെ പറഞ്ഞെങ്കിലേ ഇത് പൂർണ്ണമാവുള്ളൂ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ സ്റ്റീവ് ജോബ്സിനെ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കഥകൾ ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് നമുക്കതൊരു എന്താ പറയുന്നത്, അത് ഒരു സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ജനിക്കുന്നതേ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച്, അതായത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ മദർ എന്നാണ് അത് പറയുന്നത്. അതൊരു എന്താ പറയുന്നത്, ഒരു നോൺ വെഡ് ഗ്രാജുവേറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ പേരൻസ് ആക്ച്വലി അവർ വിവാഹം കഴിച്ചിട്ടില്ല, അല്ലാതെ തന്നെ ഇദ്ദേഹം ജനിക്കുമായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഈ അമ്മയും അച്ഛനും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഈ കുട്ടിയെ അത് ഇനി ഉണ്ടാകുന്ന കുട്ടിയെ എന്ത് ചെയ്യുക, അതിനെ അഡോപ്ഷന് കൊടുക്കുക. അത് പക്ഷേ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ 100% ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള, അച്ഛനും അമ്മയും രണ്ടുപേരും ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഒരു പിന്നെ അതായത് കപ്പിളിന് മാത്രമേ എന്തു ചെയ്തുള്ളൂ, ഈ കുട്ടിയെ പിന്നെ ദത്തിന് അതായത് അഡോപ്ഷന് വേണ്ടി കൊടുക്കുകയുള്ളൂ. അതിൻ്റെ കാരണം അവർ പറയുന്നത്, അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കുട്ടിയെ എന്ത് ചെയ്യുക, ഇവരും ഗ്രാജുവേറ്റ്സ് അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെയും ആ രീതിയിൽ തന്നെ ഒരു എഡ്യൂക്കേഷനൊന്നും കൊടുക്കാതെ വളർത്തും എന്നുള്ള പേടിയുണ്ട് ഈ കുഞ്ഞിനെ കൊടുക്കുന്നത് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഒരു അച്ഛനും അമ്മയ്ക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം അവർ എടുത്തിരുന്നു. അങ്ങനെ ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അഡ്വക്കേറ്റ്, അവിടുത്തെ ഒരു അഡ്വക്കേറ്റ്, അത് അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും അവർ കുട്ടിയെ ഏറ്റെടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എന്തോ അത് നടന്നില്ല. പക്ഷേ ഈ കുഞ്ഞായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫ് ഈ കുട്ടിയെ ദത്തെടുക്കാൻ വന്നു. പക്ഷേ അവർ രണ്ടുപേരും ഗ്രാജുവേറ്റ്സ് അല്ലായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഫാദറും മദറും ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, ഇവരുടെ ഒരു റിക്വസ്റ്റ് അവരെന്ത് ചെയ്തില്ല, അവർ അക്സെപ്റ്റ് ചെയ്തില്ല, കുട്ടിയെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിവേ എന്തോ ആയാലും അവസാനം എങ്ങനെയായാലും അവസാനം എന്ത് ചെയ്തു, അവർ അവസാനം ഈ പറഞ്ഞ റിക്വസ്റ്റ് ചെയ്ത് വന്ന, അഡോപ്ഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് വന്ന അച്ഛനും അമ്മയും ഉറപ്പ് കൊടുത്തു, 100% ഞങ്ങൾ ഈ കുഞ്ഞിനെ തീർച്ചയായിട്ടും നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് വളർത്തുമെന്നുള്ളൊരു ഉറപ്പിൻ്റെ പേരിൽ അവർ എന്ത് ചെയ്തു, ഈ കുഞ്ഞിനെ അഡോപ്ഷന് കൊടുക്കുമായിരുന്നു. അങ്ങനെ അഡോപ്ഷന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയെ അവർ നല്ലപോലെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. പക്ഷേ ഇദ്ദേഹത്തെ കോളേജിൽ, അതായത് അവിടെ ഒരു റീഡ് എന്ന് പറയുന്നൊരു കോളേജാണ്, ആ കോളേജിൽ എന്ത് ചെയ്തു, ഗ്രാജുവേഷൻ വേണ്ടി ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം, പക്ഷേ ഇവരൊരു പാവം പിടിച്ച ഒരു കുടുംബമാണ്, ഇവർ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന കുടുംബമാണ്. അവിടെ ആ കോളേജിൽ പഠിക്കാനായിട്ട് ഒരുപാട് ശരിക്കും നല്ല രീതിയിൽ ട്യൂഷൻ ഫീസൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ സമ്പാദിച്ചിട്ടുള്ള ക്യാഷിൻ്റെ ഭൂരിഭാഗവും എന്ത് ചെയ്തു, ഇതിനു വേണ്ടി തന്നെ ഇങ്ങനെ എഡ്യൂക്കേഷന് വേണ്ടി തന്നെ ഇങ്ങനെ ചിലവാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കണ്ട് മനമെടുത്ത ഈ ഒരു സ്റ്റീവ് ജോബ്സ്, മാത്രമല്ല അദ്ദേഹത്തെ തന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്, ഈ കോളേജിൽ ഇങ്ങനെ പഠിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം നാളെ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി ഇതെനിക്ക് എങ്ങനെ മുതലാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് അത് കൺവിൻസ് ആവാൻ പറ്റിയില്ല. കാരണം ഇതൊന്നും വേസ്റ്റാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അങ്ങനെ പിന്നെ ഈ ക്യാഷിൻ്റെ ഒരു ബുദ്ധിമുട്ടൂടെ ആയപ്പോൾ അദ്ദേഹം 7 മാസം മാത്രമേ ആ ഗ്രാജുവേഷനിൽ അവിടെ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ആ കോളേജ് പഠനം ഉപേക്ഷിച്ച് പുറത്തു വന്നു. ഇതാണ് രസകരമായിട്ടുള്ള കാര്യം. ആരാണ്, സ്റ്റീവ് ജോബ്സിൻ്റെ കാര്യം പറഞ്ഞത്. എന്നിട്ട് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം പിന്നെ നമുക്കറിയാമല്ലോ അവിടുത്തെ രീതി, അച്ഛനും അമ്മയുടെയും ചിലവിലൊന്നും കഴിയുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ റൂമിൽ
അപ്പോൾ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് തറയിലാണ് കിടക്കുന്നത്. തറയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ സുഹൃത്തുക്കളുടെ കൂടെ ചിലപ്പോൾ അവിടെ ബെഡിൽ ഒഴിവില്ലായിരിക്കാം, അദ്ദേഹം തറയിലാണ് അവിടെ കിടന്നിട്ടുള്ളത്, ആഹാരം കഴിക്കാൻ കാശില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം അവിടെ ഈ ബോട്ടിൽ നമ്മളിവിടെയൊക്കെ തന്നെ കാണില്ലേ, റോഡിലൊക്കെ കിടക്കുന്ന ബോട്ടിൽസൊക്കെ പറക്കി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നു, ഇതേപോലുള്ള ഈ ബോട്ടിലുകൾ ഇറക്കി, അത് ഒരു ബോട്ടിലിന് 5 സെൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഇവിടുത്തെ 5 പൈസ പോലെയാണ്. പക്ഷേ അവിടെ കാശിന് മൂല്യമുണ്ട്. അവിടത്തേക്ക് നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോയാൽ അറിയാം, പെട്രോൾ പമ്പുകളിലൊക്കെ ഓരോ ദിവസം ഓഫർ വരും എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് 1 ലിറ്റർ പെട്രോളിന് 5 സെൻറ്റ് കുറവെന്നാണ്. അതായത് ഇവിടെ നമ്മൾ പമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ 5 പൈസ കുറവെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കയറുമോ? ഇല്ല, 1 രൂപ കുറവെന്ന് പറഞ്ഞാൽ കയറുമോ? ഇല്ല, 5 സെൻറ്റ് കുറവെന്ന്. അത് അങ്ങനെയാണ് അവിടെയൊക്കെ, ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്, ഈ 5 സെൻറ്റ് കുറവെന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ അടിക്കാൻ ക്യൂ ആയിരിക്കും വാഹനങ്ങൾ. എന്തുകൊണ്ടാണ്? അത്രയും മൂല്യമുണ്ട്. 5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 5 പൈസ ഇന്നിവിടെ പറയുന്ന പോലെ അവിടെ 5 സെൻറ്റ് എന്ന് പറയുമ്പോൾ അത്രയും മൂല്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ബോട്ടിൽ പറക്കി കൊടുത്ത് ഒരു ബോട്ടിലിന് 5 സെൻറ്റ് വെച്ച് കിട്ടും. ഈ 5 സെൻറ്റ് അങ്ങനെ പല ബോട്ടുകളിൽ കൊടുത്തതിന് ശേഷം ആ കിട്ടുന്ന കാശ് കൊണ്ടാണ് അന്ന് ആഹാരം കഴിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പം അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ആരുടെ കാര്യമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? സ്റ്റീവ് ജോബ്സിൻ്റെ കാര്യമാണ്. എന്നിട്ട് എന്ത് കേട്ടപ്പോൾ ഇനി അത്ഭുതകരമായിട്ടുള്ള വേറൊരു കാര്യം തോന്നി. എന്താണെന്നറിയോ? നമ്മുടെ ഒരു അമ്പലത്തിനെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. അതായത് ഒരു അവിടെയുള്ള കാലിഫോർണിയയിൽ അവിടെയുള്ള ഒരു ഹരേ കൃഷ്ണ ടെമ്പിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹരേ കൃഷ്ണ ടെമ്പിൾ. അതൊക്കെ ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു സ്പീച്ചിലും അദ്ദേഹം ഓർത്തിരുന്നു എന്നുള്ളതാണ്. അന്ന് അദ്ദേഹം പറയുന്നത് ഈ സൺഡേയ്സിൽ, അതായത് എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം രാത്രിയിലാണ്, സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ആ അമ്പലത്തിൽ ഫുഡുണ്ട്, ഫ്രീ ആയിട്ടുള്ള, അത് കാശൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. അത് നല്ല ഫുഡ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 7 മൈലോളം ദൂരമുണ്ട് എവിടെ, ഈ അമ്പലത്തിലേക്ക്, ഹരേ കൃഷ്ണ ടെമ്പിളിലേക്ക്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, നടന്നാണ് പോകുന്നത്, വണ്ടിക്കൂലി കാശില്ല. അപ്പോൾ ഇദ്ദേഹം നടന്ന് 7 മൈലോളം നടന്ന് എവിടെ പോവും, ഈ ഹരേകൃഷ്ണ ടെമ്പിളിൽ പോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരും, നടന്ന് തന്നെ തിരിച്ചു വരും. മനസ്സിലായില്ലേ? അപ്പോൾ ആ അമ്പലത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നല്ല മനോഹരമായിട്ടുള്ള നല്ല ഫുഡെന്നാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു അമ്പലത്തിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്റ്റീവ് ജോബ്സ് ആ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അദ്ദേഹം ആ സമയം തള്ളി നീക്കി. മനസ്സിലായില്ലേ? എന്നിട്ട് സംഭവിച്ചെന്നറിയോ, ഇദ്ദേഹം അവിടെ ആ സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ആ കോളേജിൽ തന്നെ, അദ്ദേഹം പഠിച്ച ആ കോളേജിൽ തന്നെയാണ് അവിടെ ഈ കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ, കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അതായത് നമ്മൾ വളരെ മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ശാസ്ത്രമാണെന്ന്, അതായത് അതിൻ്റെ മനോഹരമായിട്ടുള്ള റൈറ്റിങ്ങിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ ഈ ഒരു കാലിഗ്രാഫി കോഴ്സ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയും അദ്ദേഹം ജോയിൻ ചെയ്യുകയും അത് അദ്ദേഹം പഠിക്കുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഈ ഡോട്ട്സ് അങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ കാലിഗ്രാഫി കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചിൽ അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അത് ഞാൻ വേറെ വായിച്ചിട്ടുണ്ട്, അതിപ്പം നമ്മളതിനകത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ആഫ്റ്റർ 10 years എന്നാണ് പിന്നെ പറഞ്ഞത്. അതായത് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഫുഡുമായിട്ട് ഇവിടെയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടി ഫുഡ് കഴിക്കാനായിട്ട് ഈ കുപ്പി വരെ പറക്കി കൊടുത്ത് വിറ്റ് ക്യാഷ് കണ്ടെത്തുന്ന ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഈ കാലിഗ്രാഫി പിന്നെ അത് കഴിഞ്ഞ് കാലിഗ്രാഫി പഠിച്ചു. അതിന് ശേഷം ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്തു, ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു, ഇദ്ദേഹം ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു വളരെ മാസീവായിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ കമ്പനിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ഫൗണ്ടറാണ് അദ്ദേഹം, വേറെ ഒരാളുണ്ട്. അവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ സമയം അദ്ദേഹം പറയുന്നതെന്ന് അറിയോ, അവിടെയാണ് അദ്ദേഹം പറയുന്നത് കണക്റ്റിംഗ് ദ ഡോട്ട്സ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പുറകോട്ട് നോക്കുക, അവിടെ നമ്മൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ അതായത് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കാലിഗ്രാഫിയാണ്. അല്ലാതെ അദ്ദേഹം വേറെ ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം അദ്ദേഹം എന്ത് ചെയ്തു, ഇതിൽ വളരെ ഭംഗിയായിട്ട് വിനിയോഗിച്ചു. അദ്ദേഹം പറയുന്നത് ഇവർ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ഇത്. മാക്കിൻടോഷ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആപ്പിളിൻ്റെ തന്നെയാണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വളരെ പേഴ്സണൽ കമ്പ്യൂട്ടർ, അത് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തു, അതിനകത്ത് അവർ ഈ കാലിഗ്രാഫി ഉപയോഗിച്ചു. മനസ്സിലായി? ആദ്യമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം അന്നേരം പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ
നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഡോട്ട്സ് കണക്ട് ചെയ്യേണ്ടത് ലുക്കിംഗ് ഫോർവേഡ് അല്ല, അതായത് മുന്നോട്ട് നോക്കിയല്ല, നമ്മുടെ ഭാവിയിലേക്ക് പോയി നമ്മൾ ചിന്തിച്ചിട്ട് അവിടെ ഇന്ന കാര്യങ്ങളുണ്ടാവും, എന്നാൽ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു പ്ലാനല്ല അദ്ദേഹം, സക്സസ്ഫുൾ പ്ലാൻ അതല്ല എന്നാണ് ഇതിനകത്ത് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മൾ ലുക്കിംഗ് ബാക്ക്വേഡ് ആയിരിക്കും, അതായത് പുറകോട്ട് നോക്കണമെന്നാണ് പറയുന്നത്. പുറകോട്ട് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിൻറ്റ്സ് അതായത് ഡോട്ട്സ് കണക്ട് ചെയ്യണം. അതായത് അദ്ദേഹം പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളൊരു ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പം കൊച്ചു ബിസിനസ്സുകൾ പലരും തുടങ്ങാറുണ്ട്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, അത് നമ്മളുടെ ഈ കഴിഞ്ഞ സമയത്ത് നമ്മൾ പിന്തുടർന്ന് വന്ന അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡോട്ട്സിനെ കണക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട അത് നമ്മുടെ ഒരു ബിസിനസ് ആണെങ്കിലായാലും അത് വേറെ എന്തെങ്കിലും കാര്യങ്ങളായാലും അതിനൊക്കെ കൃത്യമായിട്ട് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെ കണക്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാലിഗ്രാഫി എന്ന് പറയുന്നത് അദ്ദേഹം പഴയ സമയത്ത് പഠിച്ചൊരു കാര്യമാണ്. അദ്ദേഹം വളരെ സക്സസ്ഫുള്ളായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഈ മാക്കിൻടോഷിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചു. അത് ഭയങ്കര വിജയമായി, വൻ വിജയമായി. അപ്പോൾ നമുക്കിപ്പോൾ അതിനറിയാം, ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐപോഡ്സ് ആയാലും ലാപ്പുകളായാലും എല്ലാം, പിന്നെ ആപ്പിൾ ഫോണുകളായാലും എല്ലാം ഭയങ്കരമായിട്ട് ലോകത്ത് സെയിൽ നടക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ വളരെ വിദഗ്ധമായിട്ട് അവരെന്ത് ചെയ്തു, ഈ കാലിഗ്രാഫി അവർ പണ്ട് കമ്പ്യൂട്ടറിൻ്റെ തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന വിജയത്തിൻ്റെ അടിത്തറയായിട്ട് അദ്ദേഹം കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളുടെ പഴയ കാര്യങ്ങളിലെ കൃത്യമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോട്ട്സുകൾ ഇങ്ങനെ കണക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സക്സസ്ഫുള്ളായിട്ടുള്ള, അത് നമ്മൾ ചെയ്യുന്ന എന്ത് തന്നെയായാലും അത് വളരെ സക്സസ്ഫുള്ളായി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് അദ്ദേഹം ആ ഒരു സ്പീച്ചിൽ പറയുന്നത്. അതിനാണ് അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചിലെ 3 പാർട്ടിൽ ആദ്യത്തെ പേരിട്ടേക്കുന്നത്, ആദ്യത്തെ പാർട്ടിൻ്റെ പേരിട്ടേക്കുന്നത് കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്നാണ്. അത് കണ്ടപ്പോഴാണ് ഞാനത് പൂർണ്ണമായിട്ട് ഞാൻ ആ സ്പീച്ച് കേട്ടു നോക്കിയത്. അതായത് അദ്ദേഹത്തിന്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇടയ്ക്കിട്ട ഒരു വീഡിയോയിലും ഇതേപോലെ തന്നെ കണക്റ്റിംഗ് ദ ഡോട്ട്സ്, അത് രണ്ട് കോൺസെപ്റ്റാണ്. അത് മറ്റൊരാളുടെ മനസ്സിൽ നമ്മൾ ഡോട്ട്സ് കണക്ട് ചെയ്യുന്നു, ഇവിടെ നമ്മൾ സ്വന്തം ജീവിതത്തിൽ നമ്മൾ ഡോട്ട്സ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടും വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ്. മറ്റൊരാളുടെ ജീവിതത്തിലെ ഡോട്ട്സ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് എപ്പോഴും അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അത് നമ്മളുടെ ജീവിതത്തിലായാലും മറ്റുള്ളവരുടെ ജീവിതത്തിലായാലും. പക്ഷേ അദ്ദേഹം പറയുന്നത് പിന്നെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അദ്ദേഹം എപ്പോഴും പറയുന്നത്, അത് 2-3 തവണ ആ സ്പീച്ചിൽ പറയുന്നുണ്ട്, ലുക്കിംഗ് ഫോർവേഡ് അല്ല, മുന്നോട്ട് നോക്കി ഡോട്ട്സ് കണക്ട് ചെയ്യരുത്, പുറകോട്ട് നോക്കി ഡോട്ട്സ് കണക്ട് ചെയ്യണം. പലരും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോയി പല കാര്യങ്ങളും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും, ചില പ്ലാനുകളൊക്കെ തെറ്റും, പക്ഷേ നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് ഡോട്ട്സ് കണക്ട് ചെയ്യുമ്പോൾ അതൊരിക്കലും തെറ്റില്ല. അതാണ് അദ്ദേഹം അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പീച്ച് അദ്ദേഹം, പ്രത്യേകിച്ച് ഇത് നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ടച്ചിങ് ആയിട്ട് തോന്നും. ഇതിൽ എനിക്കത് ഈ പറഞ്ഞ സ്റ്റീവ് ജോബ്സിനെ പോലുള്ള ഒരാൾ അനുഭവിച്ചിട്ടുള്ള അത്തരം ഈ സ്റ്റുഡൻസാണ് അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചിന് കേൾക്കാനിരിക്കുന്ന എല്ലാവരും ഈ ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് അതിനകത്ത്, അതായത് ഞാൻ ഗ്രാജുവേഷൻ ജോയിൻ ചെയ്തിട്ട് 7ാമത്തെ മാസം ഞാൻ ഡ്രോപ്പ് ഔട്ട്, അതായത് ഞാനതിനെ ഉപേക്ഷിച്ചു, ഞാൻ എന്ത് ചെയ്തു, പുറത്തു വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത്. കാരണം അദ്ദേഹം പറയുന്നത്, ഞാനന്ന് ഈ പറഞ്ഞ കാലിഗ്രാഫി പഠിക്കാതെ പുറത്തിറങ്ങാതെ പിന്നെ കോളേജ് വിദ്യാഭ്യാസം നിർത്താതെ ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വേറെ ഒന്നായിരുന്നേനെ അല്ലേ. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ അദ്ദേഹം പറയുന്നത് അന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്ന് അതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തെറ്റായിട്ടുള്ള മെസ്സേജ് അല്ല, ഗ്രാജുവേഷൻ ആരും ചെയ്യേണ്ടതെന്നൊന്നുമല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒറ്റ മെസ്സേജേ ഉള്ളൂ, അതായത് നമ്മളുടെ ബാക്കിലേക്ക് പോയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെ കണക്ട് ചെയ്തതിന് ശേഷം അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുക. ഇതാണ് അദ്ദേഹം ആദ്യത്തെ ഒരു സ്പീച്ചിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഞാനിത് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഈ ഒരു സ്പീച്ച് കണ്ടതും അതിനകത്ത് കണക്റ്റിംഗ് ഡോട്ട്സ് കണ്ടതും. അപ്പോൾ എന്ത് ചെയ്തു, കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോ ആയിട്ടൊരു സാമ്യം ഉണ്ടായതുകൊണ്ട് അത് ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി, അത്രയേ ഉള്ളൂ. ഓക്കെ.